പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നവംബർ മാസം 21 രണ്ട് പ്രധാന കാര്യങ്ങൾ തിരുസഭയിൽ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയം ജനനത്തിന് ശേഷം ദേവാലയത്തിൽ കാഴ്ച വയ്ക്കപ്പെട്ട ആ തിരുക്കർമ്മത്തിന്റെ ഓർമ്മയും തിരുസഭയിൽ ആചരിക്കുന്നു. മാതാവിന്റെ ജനനത്തിന് ശേഷം അവളുടെ അമ്മയും പിതാവും യോവാക്കിമും അന്നയും ചേർന്ന് ദീർഘദൂരം സഞ്ചരിച്ച് ജെറൂസലേം ദേവാലയത്തിലെത്തി തങ്ങളുടെ മകളെ ദൈവത്തിന് കാഴ്ചയർപ്പിച്ച ആ സംഭവം എന്ന തിരുസഭയിൽ അനുസ്മരിക്കുന്നു. അമ്മയോട് ചേർന്ന്, പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നമ്മളെയും ഒരിക്കൽ കൂടി ദൈവത്തിന് നമുക്ക് കാഴ്ചയർപ്പിക്കാം. മറ്റൊന്ന്, നവംബർ 21 നമ്മുടെ വിശ്വാസ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തിന്റെ ഓർമ്മ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ആ വലിയ പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ട് തലക്കെട്ടുകളിലായുള്ള കാര്യങ്ങൾ. ഒന്ന്, ഈശോ പറഞ്ഞ ഉപമകളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഒരു കാര്യവും അതോടൊപ്പം വിധക്കാരന്റെ ഉപമയും കൂടിയാണ് ഇന്ന് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോ പറയുന്നു, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ദൈവരാജ്യ രഹസ്യങ്ങൾ മനസ്സിലാകുന്നത്. ഈശോയിൽ നിന്ന് അകന്നിരിക്കുന്നവർക്ക് ഈശോ പറയുന്നതിന്റെ ചെയ്യുന്നതിന്റെ ഒന്നും പൊരുൾ മനസ്സിലാകുന്നില്ല. ഈശോ എങ്ങനെയാണ് പറയുന്നത്? അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. എല്ലാ കാര്യങ്ങളും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ടിട്ടും അതിന്റെ പൊരുൾ മനസ്സിലാവാതെ പോകുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ഈശോ പറയുന്നു. ദൈവം തന്നെയായ ഈശോ ഭൂമിയിൽ വന്നിട്ട് അത് മനസ്സിലാവാതെ പോയ ആളുകളുടെ ദുര്യോഗത്തെ കുറിച്ചാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഈ കാലത്തും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളും കണ്ടിട്ടും കാണുന്നില്ലേ, കേട്ടിട്ടും കേൾക്കുന്നില്ലേ, ഗ്രഹിക്കുന്നില്ലേ? കാണേണ്ടതുപോലെ കാണുന്നില്ലേ, അല്ലെങ്കിൽ കാണേണ്ടത് കാണുന്നില്ലേ? കേൾക്കേണ്ടത് കേൾക്കുന്നില്ലേ, കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ലേ, ഗ്രഹിക്കുന്നില്ലേ, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നില്ലേ എന്നാണ് ഈശോയുടെ ചോദ്യം. നമ്മളെന്നും പരിശുദ്ധ ബലി അർപ്പിക്കുന്നു, അർപ്പണത്തിൽ പങ്കുചേരുന്നു. അത് ഈശോയുടെ കാൽവരി ബലിയാണെന്ന് ഓർത്തുകൊണ്ട് അർപ്പിക്കാൻ, മനസ്സിലാക്കിക്കൊണ്ട് അർപ്പിക്കാൻ, അത് ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് അതിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നില്ലേ? നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരാൾ ദൈവത്തിന്റെ ദൂതനായി വരുന്ന, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മുടെ രൂപത്തിൽ, ഒരു സഹോദരന്റെ രൂപത്തിൽ വരുന്നതാണെന്ന് നമുക്ക് കാണാനും വിശ്വസിക്കാനും സാധിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവവും, ഓരോ കാര്യങ്ങളും, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യരും ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ഈശോയുടെ ഓരോ ഉപമകളാണ്. അതൊരു പക്ഷേ ഉപമ പോലെ, ഒരു കഥ പോലെ, മറ്റൊന്നുപോലെ നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ അത് ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ സന്ദേശമാണ് ആ സംഭവങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, സംസാരങ്ങളിലൂടെ ഒക്കെ വരുന്നതെന്ന് ഗ്രഹിക്കാൻ സാധിക്കുമ്പോഴാണ് കാണുമ്പോൾ നമ്മൾ കാണേണ്ടതുപോലെ കാണുന്നത്, കേൾക്കുമ്പോൾ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നത്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അതെയോ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ കടത്തിവിടുകയാണോ ചെയ്യുന്നത്? ആത്മശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെ, അതിൻ്റെ പിന്നിലുള്ള ദൈവകരത്തെ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയുടെ കൂദാശകളുടെ ആന്തരിക അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന സംഭവങ്ങളും, ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരും ഈശോയുടെ ഉപമകളാണെന്നും ആ ഉപമയ്ക്കുള്ളിലെ ആന്തരിക അർത്ഥത്തെ കാണാനും, സ്നേഹിക്കാനും, ബഹുമാനിക്കാനും, ഉൾക്കൊള്ളുവാനും, സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.